അധ്യായം 85 അൽ ബുറൂജ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 22. ഒന്നാം സൂക്തത്തിലെ അൽ ബുറൂജ് എന്ന പദം തന്നെയാണ് അധ്യായത്തിന്റെ ശീർഷകം. നക്ഷത്രരാശി എന്നർത്ഥം. മക്കയിൽ എതിരാളികൾ വിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയ കാലത്ത് അവതീർണമായി. കഴിഞ്ഞ കാലത്ത് സന്മാർഗം സ്വീകരിച്ചതിന്റെ പേരിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സംഘത്തിന്റെ കഥ പറഞ്ഞാണ് തുടക്കം. ഒടുക്കം ഫിർഔന്റെയും സമൂദ് ഗോത്രത്തിന്റെയും ദുരന്തവും സൂചിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നക്ഷത്രങ്ങളുള്ള ആകാശം സാക്ഷി, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിനം സാക്ഷി, സാക്ഷ്യം നിൽക്കപ്പെടുന്ന കാര്യവും സാക്ഷി. കിടങ്ങിന്റെ ആൾക്കാർ നശിച്ചിരിക്കുന്നു, വിറക് നിറച്ച തീക്കുണ്ടത്തിന്റെ ആൾക്കാർ. അവർ അതിന്റെ മേൽനോട്ടക്കാരായി ഇരുന്ന സന്ദർഭം. സത്യവിശ്വാസികൾക്കെതിരെ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർ സാക്ഷികളായിരുന്നു. അവർക്ക് വിശ്വാസികളുടെ മേൽ ഒരു കുറ്റവും ആരോപിക്കാനുണ്ടായിരുന്നില്ല. സ്തുത്യർഹനും അജയ്യനുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ. അവനോ ആകാശഭൂമികളുടെ മേൽ ആധിപത്യമുള്ളവനത്രേ. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്. സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും മർദ്ദിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്തവരുണ്ടല്ലോ, ഉറപ്പായും അവർക്ക് നരകശിക്ഷയുണ്ട്, ചുട്ടുകരിക്കുന്ന ശിക്ഷ. എന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളാണുള്ളത്. അതത്രേ അതിമഹത്തായ വിജയം. തീർച്ചയായും നിന്റെ നാഥന്റെ പിടുത്തം കഠിനം തന്നെ. സൃഷ്ടികർമ്മം ആരംഭിച്ചതും ആവർത്തിക്കുന്നതും അവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനും. സിംഹാസനത്തിനുടമയും മഹാനും, താൻ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്യുന്നവനും. ആ സൈന്യത്തിന്റെ കഥ നിനക്കറിയാമോ? ഫിർഔന്റെയും സമൂദിന്റെയും കഥ. എന്നാൽ സത്യനിഷേധികൾ എല്ലാം കള്ളമാക്കി തള്ളുന്നതിൽ വ്യാപൃതരാണ്. അല്ലാഹു അവരെ പിറകിലൂടെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. എന്നാൽ ഇത് അതിമഹത്തായ ഖുർആനാണ്. സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് ഇതുള്ളത്.